നമ്മുടെയൊക്കെ വീട്ടിൽ വിളിക്കാണ്ട് വരുന്ന ഒരു അതിഥിയാണ് കൊതുക്. മഴക്കാലമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, കൂട്ടത്തോടെ ആയിരിക്കും വരാറുണ്ടാവുക അല്ലേ. നമ്മൾ ഇവയെ ഓടിക്കാനായിട്ട് കെമിക്കലുകൾ ചേർന്നിട്ടുള്ള മോസ്കിറ്റോ റിപ്പലൻറ്റുകളൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പല ഹോം റെമഡീസും നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒട്ടും തന്നെ സൈഡ് ഇഫക്റ്റ് ഇല്ലാണ്ട് 100% എഫക്റ്റീവായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന 3 സൂപ്പർബായിട്ടുള്ള ഐഡിയാസുകളാണ്. അത് നമ്മുടെ വീട്ടിലുള്ള കോഫി പൗഡർ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ആസ്മ പോലുള്ള അസുഖമുള്ളവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള 3 സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കണം. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫസ്റ്റ് ടിപ്പ് പണ്ട് മുതലേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ, കൊതുകിനെ പുകച്ചോടിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. പിന്നെ ഇത് ഇതുപോലെ പുകയ്ക്കാനായിട്ടൊരു പാത്രം എടുക്കുക. ഇനി ഇതുപോലത്തുള്ളൊരു പാത്രം നിങ്ങൾക്കില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, അതൊരെണ്ണം എടുത്താലും മതി. ഇത് ഡെയിലി ഇവിടെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പാത്രത്തിൽ ഇത്രയും കരിയിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ചകിരി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. കുറച്ച് നേരെ നിന്ന് പുകയാനാണ് കേട്ടോ നമ്മൾ ഇതുപോലെ കുറച്ച് ചകിരി വെച്ച് കൊടുക്കുന്നത്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ്. അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോഫി ഇതുപോലെ ഇങ്ങനെ പുകയ്ക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും മുറിക്കുള്ളിലെല്ലാം തങ്ങി നിൽക്കുന്നത്. ഈ ഒരു മണം ഉള്ളതുകൊണ്ട് തന്നെ വീടിനുള്ളിലേക്ക് കൊതുക് വരത്തില്ല. ഒപ്പം തന്നെ നമ്മുടെ വീടിനുള്ളിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബും കിട്ടും. ഇനി നമുക്ക് ഇത് കത്തിക്കാനായിട്ട് 2 കർപ്പൂരം വേണം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ബേ ലീഫാണ്. നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ബേ ലീഫ് ഉണ്ടല്ലോ, അത് 2 എടുത്തിട്ടുണ്ട്. അതും ചെറിയ പീസുകളാക്കി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കത്തിച്ച് പുകച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പുക നമ്മുടെ വീടിനുള്ളിലെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കണം കേട്ടോ. കട്ടിലിൻ്റെ അടിയിലെ, ഡൈനിങ് ടേബിളിൻ്റെ കീഴിലെ, കിച്ചണിൽ, അങ്ങനെ എല്ലാ ഭാഗത്തും എത്തിക്കുകയാണെങ്കിൽ വീടിനുള്ളിൽ നിൽക്കുന്ന കൊതുകുകളൊക്കെ തന്നെ പെട്ടെന്ന് പുറത്തു പോയിക്കോളും. ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ സന്ധ്യാസമയങ്ങളിൽ ഇതുപോലൊന്ന് പുകച്ചെടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ കൊതുകിൻ്റെ ശല്യം മാറിക്കിട്ടും. മാത്രമല്ല നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന കർപ്പൂരവും ബേ ലീഫും ഒക്കെ പോസിറ്റീവ് എനർജി നൽകുന്ന സാധനങ്ങളാണ്. സന്ധ്യാസമയത്ത് നമ്മളിത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയും ഉണ്ടാവും. ഒപ്പം തന്നെ കൊതുകുകളൊക്കെ ഓടിപ്പോയിക്കോളും. ഇതിങ്ങനെ കത്തുമ്പോഴുണ്ടല്ലോ നല്ലൊരു കോഫിയുടെ മണം നമ്മുടെ വീടിനുള്ളിൽ നിറഞ്ഞു നിൽക്കും. വീണ്ടും നമുക്ക് വേറൊരു എയർ ഫ്രഷ്നർ യൂസ് ചെയ്യേണ്ട ആവശ്യകതയെ വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും കോഫിയുടെ മണം ഇഷ്ടമായിരിക്കുമെന്ന്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സ്ഥിരമായിട്ട് വൈകുന്നേരങ്ങളിൽ ഞാനിങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. ഈ ഒരു പാത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൊതുക് ഓടിപ്പോകുമെന്ന് മാത്രമല്ല കേട്ടോ, ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മൂഡാണ്. ഈ ഒരു മണം, ആ ഒരു പുകയൊക്കെ വരുമ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി ചില ആളുകൾക്ക് ഈ പുക ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ആസ്മാറ്റിക് പേഷ്യൻസിനൊക്കെ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ 2ാമത്തെ ടിപ്പ്. നമ്മുടെ 2ാമത്തെ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു മൺചിരാതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകെണ്ണയാണ് കേട്ടോ ബെസ്റ്റ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ തിരിച്ചില ഉണ്ടല്ലോ, തിരിച്ചില യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ കത്തിച്ച് വെച്ചാലും നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ടിപ്പിൻ്റെ അതേ എഫക്റ്റാണ്. റൂമിനുള്ളിൽ നല്ലൊരു കോഫിയുടെ ഒരു മണം ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മുടെ വീടിനുള്ളിലുള്ള കൊതുകുകളൊക്കെ ഓടിപ്പോയിക്കോളും. കൊതുകിൻ്റെ ശല്യം ഒരുപാടുള്ള സമയത്ത് 2-3 മൺചിരാതുകൾ ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി. നമ്മുടെ വിൻഡോയുടെ സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിലും ഒക്കെ ഇങ്ങനെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ കൊതുകുകൾ വീടിനുള്ളിലേക്ക് കയറുകയില്ല. സന്ധ്യാസമയങ്ങളിൽ ഒട്ടുമിക്ക വീടുകളിലും വീടിൻ്റെ പുറത്ത് നമ്മളൊരു മൺചിരാത് കത്തിച്ച് വെക്കുമല്ലോ, അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ കോഫി പൗഡർ ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും കേട്ടോ. തീർച്ചയായും നിങ്ങൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന 3 ടിപ്പുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഏതാണെന്ന് കമൻറ്റ് പറയാനായിട്ട് മറക്കരുതേ. അതുപോലെ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ നിങ്ങളുടെ സ്ഥലം കമൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കുറേ പേർക്ക് ഞാൻ തിരിച്ച് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. പല പല സ്ഥലത്ത് നിന്ന് നമ്മുടെ വീഡിയോസുകൾ ആളുകൾ കാണുന്നു എന്നറിയുന്നത് ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ സത്യത്തിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മുടെ വീഡിയോസുകൾ കാണുന്നത് മലപ്പുറം സൈഡിലുള്ള ആളുകളാണെന്ന്. അപ്പം വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തവരും ഒപ്പം തന്നെ കമൻറ്റ് ചെയ്തവർക്കും എല്ലാം ഒരുപാട് സ്നേഹം കേട്ടോ.
ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പ് നോക്കാം. അതിനായിട്ട് ഞാൻ ദേ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി എടുത്തിട്ട് നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് അലിയിച്ചെടുത്താലും മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഹാൻഡ് സാനിറ്റൈസറാണ്. കൊറോണയൊക്കെ കഴിഞ്ഞെങ്കിലും ഒട്ടുമിക്ക ആളുകളുടെയും വീട്ടിൽ ഇതുണ്ടാവും. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ എടുക്കാം. ലിക്വിഡ് ഡിറ്റർജൻറ്റും സാനിറ്റൈസറും സെയിം അളവിലാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കൊതുകിനെ ഓടിക്കാൻ മാത്രമല്ല കേട്ടോ, പാറ്റ, പല്ലി, അതുപോലെ തന്നെ ഉറുമ്പിനെയൊക്കെ ഓടിക്കാനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കെല്ലാം അറിയാം ഇത്തരത്തിലുള്ള ജീവികളുടെയൊക്കെ സ്കിന്ന് വളരെ ഡെലിക്കേറ്റഡ് ആണ്. ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് അവയുടെയൊക്കെ ബോഡിയിൽ എത്തുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവ ചത്തുപോയിക്കോളും. അപ്പോൾ ഞാൻ ആ ഒരു മിക്സ് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ കട്ടിലിൻ്റെ കീഴിൽ, ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ, അതുപോലെ തന്നെ കൊതുകുകൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു ഭാഗമാണ് കർട്ടൻ്റെ പിറകുവശത്ത് ഒക്കെ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത 3 ടിപ്പുകളും ഡെയിലി ഒരു റൂട്ടീൻ പോലെ നമ്മൾ ചെയ്താൽ മാത്രമാണ് അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ 1-2 ദിവസം ചെയ്ത് നോക്കിയാൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും നമുക്ക് കാണാനായിട്ട് പറ്റില്ല കേട്ടോ. ഇന്നത്തെ 3 ടിപ്പും ഒട്ടും സൈഡ് ഇഫക്റ്റ് ഇല്ലാണ്ട് നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ പ്രായമായവർ വരെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നവയാണ്. 100% റിസൾട്ട് നൽകുന്നവയാണ്. കെമിക്കലുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവുമെന്ന് പേടിയില്ലാണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നവയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ പക്ഷേ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതിലേതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത് ഏത് സ്ഥലത്തു നിന്നാണെന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്യണേ. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പം മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുകയുള്ളൂ. അടുത്ത നമ്മുടെ വീഡിയോ പാറ്റയും പല്ലിയെയും എങ്ങനെ ഓടിക്കാമെന്നുള്ളതാണ്. അത് തിങ്കളാഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പം വീണ്ടും നല്ല ആ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.